ഒരു വ്യക്തിയല്ല, മറിച്ച് ഭഗവധ്വജം, കാവി പതാകയാണ് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ ഗുരു. ഈ തത്വം സ്ഥാപിച്ചത് മറ്റാരുമില്ല, സംഘസ്ഥാപകനായ ഡോക്ടർ കേശവ ബലറാം ഹെഡ്ഗേവാർ തന്നെയാണ്. 1928 ഗുരുപൂർണിമാ ദിനത്തിൽ ഡോക്ടർജി എടുത്ത ഒരു തീരുമാനം RSSന്റെ പാരമ്പര്യത്തെ എന്നേക്കുമായി മാറ്റിമറിച്ചു. 1928 സംഘം ആരംഭിച്ച് 3 വർഷം മാത്രമേ ആയിരുന്നുള്ളൂ. അന്ന് അതൊരു ചെറിയ പ്രസ്ഥാനമായിരുന്നുവെങ്കിലും സ്വയംസേവകർ അങ്ങേയറ്റം അച്ചടക്കമുള്ളവരും രാജ്യസേവനത്തിനായി സമർപ്പിതരുമായിരുന്നു. ആ വർഷമാണ് സംഘത്തിൽ ആദ്യമായി ഗുരുപൂർണിമ ആഘോഷിക്കാൻ തീരുമാനിച്ചത്. സ്വാഭാവികമായും ആരായിരിക്കും RSSന്റെ ഗുരു എന്ന കാര്യത്തിൽ എല്ലാവർക്കും ആകാംക്ഷയുണ്ടായി. സ്ഥാപകനും എല്ലാവരാലും ആദരിക്കപ്പെടുന്നവനുമായ ഡോക്ടർ ഹെഡ്ഗേവാർ തന്നെ ഗുരുവാകും. എന്നാൽ ഗുരുപൂർണിമയുടെ തലേ ദിവസം, അടുത്ത ദിവസം ശാഖയിൽ വരുമ്പോൾ പൂക്കളുമായി വരണമെന്ന് ഡോക്ടർജി എല്ലാ സ്വയംസേവകരോടും നിർദ്ദേശിച്ചു. പിറ്റേന്ന് പരിപാടി ആരംഭിച്ചു. സ്വയംസേവകർ കൈകളിൽ പൂക്കളുമായി വരിവരിയായി നിന്നു. അപ്പോൾ ഡോക്ടർജി മുന്നോട്ട് വന്ന് അവർക്ക് മുന്നിൽ ഒരു ഭഗവധ്വജം സ്ഥാപിച്ചു. തുടർന്ന് എല്ലാവരോടും മുന്നോട്ട് വന്ന് പതാകയെ വണങ്ങാനും പൂക്കളും ഗുരുദക്ഷിണയും സമർപ്പിക്കാനും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇതിനുശേഷം സംഘം ഒരിക്കലും ഒരു വ്യക്തിയെ ഗുരുവായി സ്വീകരിക്കില്ലെന്ന് അദ്ദേഹം വിശദീകരിച്ചു. ഒരു വ്യക്തി എത്ര മഹാനാണെങ്കിലും ആരും പൂർണ്ണനല്ല. ഓരോ വ്യക്തിക്കും പരിമിതികളുണ്ട്. ആരും ശാശ്വതമായി ജീവിക്കുന്നില്ല. എന്നാൽ തത്വങ്ങളും ആദർശങ്ങളും എന്നെന്നും നിലനിൽക്കുന്നു. അതുകൊണ്ടാണ് വ്യക്തിക്ക് പകരം ഭഗവധ്വജം സംഘത്തിന്റെ ഗുരുവായിരിക്കുന്നത്. ഭഗവധ്വജം ത്യാഗം, അച്ചടക്കം, ധൈര്യം, സമർപ്പണം എന്നിവയെ പ്രതിനിധീകരിക്കുന്നുവെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ പതാക കാണുമ്പോഴെല്ലാം നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രവും സംസ്കാരവും രാഷ്ട്രത്തിനും ധർമ്മത്തിനും വേണ്ടി സർവവും സമർപ്പിച്ച മഹാന്മാരായ സന്യാസിമാരെയും യോദ്ധാക്കളെയും നാം ഓർക്കുന്നു. അന്ന് എല്ലാ സ്വയംസേവകരും ഭഗവധ്വജത്തിന് മുന്നിൽ ആദരവോടെ തലകുനിക്കുകയും ഗുരുദക്ഷിണ അർപ്പിക്കുകയും ചെയ്തു. ആകെ 84 രൂപയും ഏതാനും നാണയങ്ങളുമാണ് അന്ന് ശേഖരിക്കപ്പെട്ടത്. ചിലർ 1 രൂപ നൽകി, ചിലർ ഏതാനും നാണയങ്ങൾ നൽകി, ചിലർ അരപ്പൈസ പോലും നൽകി. തുക ചെറുതായിരുന്നു, പക്ഷേ അന്നെടുത്ത തീരുമാനം വളരെ വലുതായിരുന്നു. അന്നു മുതൽ ഡോക്ടർജി ഇന്നും തുടരുന്ന ആ പാരമ്പര്യത്തിന് അടിത്തറയിട്ടു. ഭാരതീയ സംസ്കാരത്തിൽ ഗുരു ദൈവതുല്യനാണ്. അതേ വികാരത്തോടെ സ്വയംസേവകർ തങ്ങളുടെ ഗുരുവിന് മുന്നിൽ പ്രണമിച്ചുകൊണ്ട് ഇപ്രകാരം ചൊല്ലുന്നു: പരിശുദ്ധമായ ഭഗവധ്വജമേ, ഞങ്ങൾ അങ്ങയെ വീണ്ടും വീണ്ടും വണങ്ങുന്നു. അങ്ങാണ് ത്യാഗത്തിന്റെയും അച്ചടക്കത്തിന്റെയും സമർപ്പണത്തിന്റെയും വഴികാട്ടി.